ഹലോ ഗായ്സ്, നമ്മുടെ നെമ്മാറ വേല ആയതുകൊണ്ട് നെമ്മാറ വേല ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അപ്പോൾ വയോ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഇതിന് എൻ്റെ കോസ്റ്റ്യൂം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം, കയ്യില്ലാത്ത ഡ്രസ്സ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ജീൻസിൻ്റെ ട്രൗസറാണ്, നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫുള്ളായി ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ്ട് ഇങ്ങനെയാണ് ലുക്ക് ഉണ്ടാകുന്നത്. ഇൻ ചെയ്തിട്ടാട്ടോ ഞാൻ ടോപ്പ് ഇടുന്നത്. ജീൻസിൻ്റെ അവസാനം നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ലിങ്ക് എൻ്റെ ഇല്ല കേട്ടോ രണ്ടിൻ്റെയും. അപ്പോൾ മീഷോയിലാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഇതിന് ഞാൻ പോൺസാണ് എടുക്കുന്നത്. പോൺസിൻ്റെ ക്രീം നല്ല രസമാട്ടോ, നമ്മുടെ ഡ്രൈനെസ്സൊക്കെ മാറ്റും. പിന്നെ നമ്മുടെ മുഖത്തൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാൻ കൂടുതൽ ഉപയോഗിക്കാറില്ല. ഇതേപോലെ ലോങ് ഡ്രൈവ് ഒക്കെ ആകുമ്പോഴൊക്കെ എനിക്ക് കുറേ നേരം ഇരിക്കുന്ന കാര്യങ്ങളിൽ, അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ ഉപയോഗിക്കാറുള്ളൂ പോൺസ്. ഇങ്ങനെ നല്ലോണം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുഖത്ത് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ അത്ര ക്രീമൊന്നും ഉപയോഗിക്കാത്ത ആളായതുകൊണ്ട് പോൺസ് മാത്രം ആണ് ഞാൻ ക്രീമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പൗഡറാണ് കേട്ടോ, യാഡ്ലിയുടെ. അപ്പോൾ ആ പൗഡർ ഇട്ടു കടപടാന്നാണ് മുഖത്തേക്കുന്നത്. പൗഡറിനോട് എന്തോ വെറുപ്പുള്ള മാതിരി ആട്ടോ ഇരിക്കുന്നത്. പക്ഷേ ഈ കണ്ണാടി തപ്പാൻ ഞാൻ അരമണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് എൻ്റെ കസിൻ എടുത്തു, അമ്മ എടുത്തു, മേമ എടുത്തു, അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്ന് മാറി മാറിയിട്ടാട്ടോ എൻ്റെ അടുത്തോട്ട് വന്ന്. അതിന് കുറച്ച് ടൈം എടുത്തു. അങ്ങനെ അതിൽ കൂടെ വീഡിയോ എടുക്കണം, അങ്ങനെ കുറേ പണിയായിട്ട് കൂടെ കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐലൈനർ എഴുതാൻ പോയി. പിന്നെ വിചാരിച്ചു ഐലൈനർ വെച്ച് കുത്തിട്ടാന്ന് വിചാരിച്ചു. ബിക്കോസ് ഞാൻ ഐലൈനർ എഴുതുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാട്ടോ അത്രയും നേരം നിങ്ങളെ വെറുപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് നേരെ ഞാൻ പൊട്ട് വയ്ക്കാൻ കയറിയത്. ഒരു കുഞ്ഞു കുത്താട്ടോ എൻ്റെ പൊട്ട്. എനിക്കങ്ങനെ പൊട്ടിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതാണ്. പിന്നെ ഐലൈനറും എഴുതാം, അത് കാണിക്കത്തില്ല ഞാൻ. അങ്ങനെയാണ് ഞാനത് എഴുതി. പിന്നെ നമ്മളുടെ ഈ ലിറ്റിൽ ഹെയറിങ് ഒന്ന് പമ്പ് ചെയ്ത് എഴുതണം. അപ്പോൾ അതിന് കമ്മലിടണം. ബിക്കോസ് മുടി ചെന്നിട്ട് കമ്മലിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. അതുകൊണ്ട് നമ്മളാദ്യം കമ്മലിട്ട് കൊടുക്കണം. ആ ഒരു ബ്ലാക്ക് ആണ് നല്ല രസം കേട്ടോ. ഇതൊക്കെ മീഷോന്നൊക്കെ ഓർഡർ ചെയ്തതാണ്, വലിയൊരു സെറ്റാക്കി കൊടുത്തിട്ട് വരും. അതുകൊണ്ടാട്ടോ ഇങ്ങനെ. ഇതിൻ്റെ ഒന്നിൻ്റെ ലിങ്ക് എൻ്റെ ഇല്ല. ഇനി നിങ്ങൾ എന്തിൻ്റെയെങ്കിലും ലിങ്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തപ്പി കണ്ടുപിടിച്ച് തരാം. അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്തോ കേട്ടോ. എൻ്റെ ഒരു ലൈക്കും പിന്നെ മുടിയും ചിന്തണം എന്നാണ് കേട്ടോ ആ ഒരു അർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്. നല്ലോണം മുടി ചിന്തിയ കുറച്ച് മുടി ഉള്ളതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കൊരാവശ്യമില്ല. അതുകൊണ്ട് ഒന്ന് ചിന്തി ഇട്ടാൽ എൻ്റെ ഔട്ട്ഫിറ്റ് ഫിനിഷ്. അപ്പോൾ നല്ലോണം ചിന്തുക, ഇതാ കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ കൂടെ അങ്ങോട്ടാക്കി രസമില്ല പറഞ്ഞപ്പോൾ ഫ്രണ്ടിക്ക് നെറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ. ഞാൻ